ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നും 36 വാഹനങ്ങൾ പിടികൂടിയതായി കസ്റ്റംസ്. ഭൂട്ടാനിൽ നിന്നും അതിർത്തി വഴി വാഹനം കടത്തിയ സംഘത്തെ നേരത്തെ പിടികൂടിയിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനക്കടത്ത് കണ്ടെത്തിയത്. നടന്മാരായ ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ, പൃഥ്വിരാജ് എന്നിവരുടെ വീടുകളിലും കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. ദുൽഖറിന്റെയും അമിത് ചക്കാലക്കലിന്റെയും കൈവശമുണ്ടായിരുന്ന വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. രാജ്യവ്യാപകമായി നടന്ന പരിശോധനയുടെ ഭാഗമായാണ് കേരളത്തിൽ നിന്നും വാഹനങ്ങൾ പിടികൂടിയത്. ഭൂട്ടാനിൽ നിന്നും അതിർത്തി കടത്തി വ്യാജരേഖയുണ്ടാക്കി വിൽപ്പന നടത്തിയ വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തവ. വില കൂടിയ വാഹനങ്ങളാണ് എല്ലാം. മാസങ്ങൾക്ക് മുൻപ് വാഹനം കടത്തുന്ന സംഘത്തെ കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനക്കടത്തിന്റെ ചുരുളഴിയുന്നത്. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സംഘത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം നോർമലായിട്ടും അവർ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന ആയിരിക്കാം. നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ ഡേറ്റ അനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇല്ലീഗലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇത് സീസ് ചെയ്യുന്നത്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം 150 മുതൽ 200 വരെ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയതായി കണ്ടെത്തിയിരുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് വാഹനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത്. ഇതിനായി പരിവാഹൻ വെബ്സൈറ്റിലും കൃത്രിമത്വം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ആർമി, എംബസികൾ എന്നിവയുടെ വ്യാജരേഖകളും വാഹനക്കടത്ത് സംഘം തയ്യാറാക്കിയതായാണ് കണ്ടെത്തൽ. കേരളത്തിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങളിൽ നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും കൈവശമുണ്ടായിരുന്ന വാഹനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. വാഹനം വാങ്ങിയിട്ടുള്ള പലരും ഈ ഇടപാടിനെ കുറിച്ച് അറിഞ്ഞു തന്നെയാണ് വാഹനം വാങ്ങിയിട്ടുള്ളതെന്ന് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് പറഞ്ഞു. ദുൽഖർ സൽമാനെ ചോദ്യം ചെയ്യാൻ ഉടൻ സമൻസ് നൽകും. അമിത് ചക്കാലക്കലിനെ ഇന്ന് കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. എന്റെ വണ്ടി എന്റെ അവകാശം, അതായത് എന്റെ ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പൊ 5 വർഷത്തിന് മുകളിലായി. അപ്പോൾ അതിന്റെ 1999 ആ വണ്ടി രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ ഓൺലൈനിൽ MVD വന്ന് ഇവിടെ അതിന്റെ ഷാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ അത് ജെനുവിൻ ആണോ എന്ന് രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി. ഇനിയിപ്പോ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് 99 ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഇത് ഈ പറഞ്ഞ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷെ അവര് ചെയ്തത് ഓപ്പറേഷൻ നുംഖൂർ എന്ന് പേരിട്ടായിരുന്നു കസ്റ്റംസ് പരിശോധന. ഭൂട്ടാൻ ഭാഷയിൽ നുംഖൂർ എന്നാൽ വാഹനമെന്നാണ് അർത്ഥം. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് കസ്റ്റംസ് അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.